കലയ്ക്ക് പേരുകേട്ട കേരളത്തിൽ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശിവപേരൂരിൽ ഏകദേശം 1/4 നൂറ്റാണ്ടോളമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നാദബ്രഹ്മം എന്ന ഈ കലാസ്ഥാപനം വളരെ സ്തുത്യർഹമായ രീതിയിൽ ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ വർഷം തോറും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഈ സുദിനത്തിൽ സ്നേഹത്തിൻ്റെയും ഭാരതത്തിൻ്റെ അഖണ്ഡതയെയും ഒന്നുകൂടി ഓർമ്മിപ്പിക്കത്തക്ക വിധത്തിൽ അതിൻ്റെ കലോപാസന വളരെ ശക്തമായി മധുരമായി നടത്തിവരുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ വരുവാനും സാക്ഷാൽ ഗുരുവായൂരപ്പനെ പ്രണമിക്കാനും നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യാനും കഴിഞ്ഞതിൽ ഞാൻ കൃതാർത്ഥതയാണ്. അതിന് എനിക്ക് അവസരമൊരുക്കി തന്ന നാദബ്രഹ്മത്തിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. നമുക്കറിയാം, സംഗീതം എന്തെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളും വിഷമതകളും നമുക്ക് നേരിടുമ്പോഴും സംഗീതം നമ്മുടെ മനസ്സിനെ വളരെയധികം ആനന്ദിപ്പിച്ച് നമ്മുടെ വ്യഥകളെ അകറ്റുവാൻ വലിയ ഒരളവ് വരെ സഹായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആതുര ശുശ്രൂഷ രംഗത്ത് പോലും മ്യൂസിക്കിന് വളരെയധികം പ്രാധാന്യം നൽകി ഒരു ചികിത്സാ രീതി പോലുമായി അവലംബിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ എളിയ അറിവ്. ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടാവുകൊണ്ടാണ് പാശ്ചാത്യ സാഹിത്യകാരനായ ഷേക്സ്പിയർ പറഞ്ഞിട്ടുള്ളത്, മ്യൂസിക് ഈസ് ദ മെഡിസിൻ ഫോർ ബ്രോക്കൺ ഹാർട്ട്സ് എന്ന്. അതുപോലെ തന്നെ നൃത്തത്തിനും അതിൻ്റേതായ പ്രാധാന്യം പണ്ട് മുതലേ ഉണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഈ കേരളക്കരയിൽ എത്ര തരത്തിലുള്ള നൃത്ത രൂപങ്ങളുണ്ട് എന്ന് പറയാൻ തന്നെ പ്രയാസം. അത്രയ്ക്കധികം നൃത്തരൂപങ്ങൾ നമുക്കുണ്ട്. കേരളത്തിൻ്റെ തനത് കലയായ ഭരതനാട്യം ഇന്ന് കേരളീയരായ നമ്മൾ നമ്മുടെ ഒരു കലാരൂപം തന്നെയായി അംഗീകരിച്ചിട്ടുള്ള സമയത്തും നമ്മൾക്ക് നമ്മുടേതായ സ്വന്തം ശൈലിയായ മോഹിനിയാട്ടവും കേരള നടനവും കഥകളിയും ഒക്കെ തന്നെ സ്വന്തമായി ഉണ്ട്. ലോക പ്രശസ്തി ആർജിച്ച ഒട്ടേറെ പ്രശസ്ത കലാകാരന്മാരും കലാകാരികളും ഉള്ള നാടാണ് നമ്മുടെ കേരളം. ഇപ്പം നമുക്കറിയാം, തൃശ്ശൂരിൻ്റെ അഭിമാനമായ, കേരളത്തിൻ്റെ അഭിമാനമായ, ഇന്ത്യക്ക് തന്നെ അഭിമാനമായ മോഹിനിയാട്ടം നർത്തകി ഈ അടുത്ത കാലത്താണ് പത്മശ്രീ നേടിയ കലാമണ്ഡലം ക്ഷേമാവതി നമ്മുടെ ഈ നൃത്തരംഗത്ത് ഒരു മുതൽക്കൂട്ടായി മാറിയിരിക്കുകയാണ്. എന്നും നൃത്തത്തെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ കേരളത്തിൽ നാദോപാസന പ്രഥമ സംരംഭമായിട്ടാണ് ഈ നാദബ്രഹ്മം, ഈ നാദോപാസനയിലൂടെ നൃത്തം ഇന്ന് ഇവിടെ ആരംഭം കുറിച്ചിരിക്കുന്നത്. നൃത്തോത്സവത്തിന് ഹരിശ്രീ കുറിച്ച ഈ നാദബ്രഹ്മത്തിൽ നിന്ന് തന്നെ ഒരുപാട് പത്മശ്രീ ജേതാക്കളും പത്മഭൂഷൺ അവാർഡുകൾ ജേതാക്കളും എല്ലാം ഉണ്ടായിത്തീരുവാൻ ഈ നൃത്ത സബര്യ കൊണ്ട് അവർക്ക് സാധിക്കട്ടെ. അങ്ങനെയുള്ള ഒരുപാട് നർത്തകരെയും നർത്തകികളെയും ഗായകരെയും വാർത്തെടുക്കാൻ ഈ സംരംഭം കൊണ്ട് ഈ നാദബ്രഹ്മത്തിന് സാധിക്കട്ടെ. അതിന് ഗുരുവായൂരപ്പൻ തുണയ്ക്കട്ടെ. ഈ യൗവനത്തിൽ എത്തി നിൽക്കുന്ന നാദബ്രഹ്മത്തിൻ്റെ കലോപാസനയ്ക്ക് എന്നും യുവത്വം നൽകി ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് ഇവരുടെ കലാസഭര് തുടർന്ന് കൊണ്ടുപോകാൻ നല്ലവരായ കലാസ്നേഹികളും പ്രോത്സാഹനം നൽകി അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ലോക സമാധാനത്തിനും ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും വേണ്ടി, നന്മയ്ക്കു വേണ്ടി കൈകോർത്ത് മുന്നോട്ട് പോവാം എന്ന് മാത്രം പറഞ്ഞ് ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും നല്ല മനസ്സോടെ അനുഗ്രഹിച്ച് വിജയങ്ങൾ ആശംസിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.